ഇതിൻ്റെ ഡ്രൈവിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ നമ്പേഴ്സ് പറയുമ്പോൾ പല ആളുകൾക്കും അയ്യോ ഇങ്ങനെയാണോ BMW കൊണ്ടുവന്നതെന്ന് തോന്നാം. നോ കാർ ഇസ് എ BMW വെൻ ഇറ്റ് ഡസൻറ്റ് ഡ്രൈവ് വെൽ എന്നാണ് BMWനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം. പക്ഷേ ഒരു ന്യൂ ജനറേഷൻ കാറാവുമ്പോൾ അതിനകത്ത് ഒരുപാട് ആഡഡ് ഫീച്ചേഴ്സും കൂടി വേണം. സോ BMW ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ BMW എല്ലാം ഇറ്റ് ഈസ് ലോഡഡ് വിത്ത് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്. അതിനോടൊപ്പം ഇറ്റ് ഡ്രൈവ്സ് വെൽ ടു. അതാണ് ഇപ്പോഴത്തെ BMW. എന്താണെങ്കിലും ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ ദ സെക്കൻഡ് ജനറേഷൻ BMW 2 Series ഗ്രാൻഡ് കൂപ്പയാണ്. ആൻഡ് വി കോൾ ദാറ്റ് ആസ് 2GC. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വാഹനം. ലാണ് 2 Series എന്ന് പറയുന്ന വാഹനം ഗ്ലോബലി ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2020 ഇന്ത്യയിലേക്ക് വന്നെങ്കിൽ പോലും കോവിഡും ബഹളങ്ങളൊക്കെ കാരണം തന്നെ ഒരുപാട് ഹൈപ്പ് ശരിക്കും പറഞ്ഞാൽ 2 Series വന്ന സമയത്ത് കിട്ടിയില്ലെങ്കിലും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് 2 Series ബിക്കോസ് ഓഫ് ദ സൈസ്, കുറച്ചും കൂടെ ഒരു അതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡീസൽ എഞ്ചിനും നമുക്ക് അവൈലബിൾ ആയിരുന്നു, ഒരു പെട്രോൾ എഞ്ചിനും എല്ലാം അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നതിൽ നമുക്കൊരു പെട്രോൾ എഞ്ചിൻ മാത്രമായിരിക്കും അവൈലബിൾ. ആൻഡ് ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. എഞ്ചിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഡ്രൈവിലേക്ക് വരുമ്പോൾ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും. പക്ഷേ ഡ്രൈവിന് മുമ്പ് അല്ലെങ്കിൽ എഞ്ചിൻ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഒരുപാട് ഡിസൈൻ മാറ്റങ്ങളുണ്ട്. ഈവൻ ലെങ്ത്തിൽ പോലും ഒരു 20 mm കൂടിയിട്ടുണ്ട്, ഹൈറ്റ് കൂടിയിട്ടുണ്ട് അറൗണ്ട് 25 mm. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 19 mm നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഹൈറ്റിൽ 25 mm കൂടുതൽ വന്നിട്ടുണ്ട്. വിഡ്ത്തിലോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസങ്ങളില്ല. ബട്ട് ഡെഫിനറ്റ്ലി ലെങ്ത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഈവൻ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഗ്രില്ല് നമ്മൾ BMW സ്റ്റൈലിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഗ്രില്ലാണ്. അതിന് ചുറ്റും ഐക്കോണിക് ഗ്ലോ എന്ന് പറയുന്ന BMW ഐക്കോണിക് ഗ്ലോ കിഡ്നി ഗ്രിൽ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതിൻ്റെ ചുറ്റും നമുക്ക് ഒരു ലൈറ്റ് ഇലുമിനേഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ആൻഡ് ഡയഗണൽ സ്ലാറ്റ്സ് അല്ലെങ്കിൽ ഒരു റോഡ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ ഒരു ക്യാമറ, 360 ക്യാമറകളുണ്ട്. ക്യാമറ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു M Sport ഡിസൈനിലുള്ള ബമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റാണ് മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഹെഡ്ലൈറ്റ് ബ്യൂട്ടിഫുൾ ഹെഡ്ലൈറ്റ്, LED അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഈ ഒരു ബ്ലൂ ലൈറ്റ്സ് അല്ലെങ്കിൽ ബ്ലൂ ഇൻസേർട്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കോർണറിങ് ലൈറ്റ്സ് ഉണ്ട്. ഡബിൾ DRLs നമുക്കിനകത്ത് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് പുതിയ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് കിട്ടുന്നത്. അതുപോലെ ഈ ഗ്രില്ലിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഗ്രിൽ കുറച്ചും കൂടെ ഇൻക്ലൈൻഡ് ആണ് ടുവേർഡ്സ് എ റോഡ്. അപ്പോൾ കുറച്ചും കൂടി ഈ ഒരു ഇൻക്ലിനേഷൻ നമുക്ക് ഗ്രില്ല് കിട്ടുന്നത്. സോ ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ BMW ലൈനപ്പിലെ ഒരു സെഡാൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെടാൻ ഒരു കാര്യം, ഇത് ഞാൻ ഡ്രൈവ് ചെയ്താണ് വന്നത്. അപ്പോൾ ആ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫണ്ണും കൂടി എനിക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡിസൈനിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നു. എനിവേസ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് ഭയങ്കര ഒരു അഗ്രസീവ് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൈഡ് പ്രൊഫൈൽ ലുക്സ് പ്രോപ്പർ ലൈക്ക് ഒരു കൂപ്പേ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു 2 Series ഫീൽ ചെയ്യും. നമ്മൾ 2 door കൂപ്പേ BMWൻ്റെ ലൈനപ്പിൽ ഒരുപാട് കണ്ടു. പക്ഷെ ഒരു 4 door കൂപ്പേ ഡിസൈനിൽ വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമുക്ക് പെട്ടെന്ന് ചെന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു വാഹനം 2 Series തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഈ ഡിസൈൻ ലുക്സ് ആൻഡ് സൈസ് ലുക്സ് പ്രോപ്പർ ഫോർ മീ. എനിക്ക് ഞാനങ്ങനെ ഭയങ്കര വലിയ ഇപ്പം ഒരു 7 Seriesലേക്കൊക്കെ നോക്കുന്ന ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി നമുക്കൊരു ഡ്രൈവിംഗ് ഫണ്ടിലേക്ക് വരണമെങ്കിൽ ഈ ഒരു സൈസ് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു 3 Seriesൻ്റെ ഒക്കെ സൈസ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൈസാണ്. സോ ആ ഒരു സൈസിലേക്ക് എനിക്ക് 2 Seriesനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സൈസ് ഇസ് പ്രോപ്പർ ആൻഡ് പെർഫെക്റ്റ് ഫോർ മീ. പിന്നെ വരുന്നതിൻ്റെ ഡിസൈൻ അലോയ് ഡിസൈനാണ്. 8-inch വീൽസ് ആണ് വരുന്നത്. M ഡിസൈനിലാണ് വരുന്നത്. ഇത് M Sport വേരിയൻ്റ് ആണ്. M Sport ഈ ഒരു വേരിയൻറ്റ് മാത്രമാണ് നമുക്കിപ്പോൾ 2 Series കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളൂ ഇതുവരെ. 4 ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. എന്താണെങ്കിൽ ഇത് പുതിയ BMW ഒരുപാട് വാഹനം നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ M Sport ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂപ്പേ ഡിസൈൻ, ഫ്രെയിംലെസ് ഡോർ നമ്മൾ 2 Series നേരത്തെ കണ്ടിരിക്കുന്നതാണ് ഫ്രെയിംലെസ് ഡോർ. ഇത് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. ഇത് അടയ്ക്കുമ്പോൾ കണ്ടോ ആ ഒരു ഗ്ലാസ് പൊങ്ങി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. താഴെ ഒരു ബ്ലാക്ക് ലിപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട് M ഡിസൈനിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ഈ ഒരു 2 എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്, ഈ ഒരു ബാഡ്ജിങ് അല്ല, ഒരു എംബഡഡ് 2 Seriesൻ്റെ ബാഡ്ജിങ് ആണ്. ഇത് നമ്മൾ 5 Seriesലും ഇപ്പോൾ കാണുന്നതാണ്. അത് തന്നെ 2 Seriesലും നമ്മൾക്കിപ്പോൾ
കിട്ടുന്നുണ്ട്. സോ അതാണ് സൈഡ് പ്രൊഫൈൽ. ഞാൻ പറഞ്ഞ പോലെ ലെങ്ത്തിൽ ഏകദേശം 20 mm കൂടുതൽ പഴയ 2 സീരീസ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ പുതിയ 2 സീരീസിലുണ്ട്. റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർ ഒരു സ്പോട്ടിയർ BMW സെഡാൻ കാണുന്ന ആ ഒരു സ്റ്റൈലിംഗ് തന്നെ വരുന്നുണ്ട്. ഇറ്റ് ലുക്സ് വെരി കുറച്ചും കൂടെ ഒരു സ്മോൾ കോമ്പാക്ട് സെഡാൻ ഫീലാണ് റിയർ നോക്കുമ്പോൾ. ആ ഒരു 218 എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഞാൻ എഞ്ചിൻ്റെ കാര്യം പിന്നെ പറയാം. എന്താണെങ്കിലും ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ റിയർ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ന്യൂ ടെയിൽ ലാമ്പ് ഡിസൈൻ, ഒരു ടെയിൽ ലാമ്പ് LED ടെയിൽ ലാമ്പാണ്. അത് C-ഷേപ്പ് എന്ന് BMW വിളിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ക്ലിയർ ടെയിൽ ലാമ്പ് സെറ്റപ്പ്. സ്വെപ്പ് ബാക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ താഴെ ബമ്പറിൻ്റെ താഴെ നോക്കിയാലും നമുക്ക് ഡിഫ്യൂസർ സ്റ്റൈലിംഗ് വരുന്നുണ്ട്. എക്സോസ്റ്റ് നമുക്ക് കാണാൻ പറ്റാത്ത പോലെ തന്നെ അത് ഹിഡൻ ആണ് വരുന്നത്. അതുപോലെ റിയർ ക്യാമറയുണ്ട്, സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് ലുക്സ് നൈസ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ്, അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്. ഞാൻ പറയില്ല ഭയങ്കരമായ ഒരു ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ടെന്ന്. എന്താണെങ്കിലും ബൂട്ട് സ്പേസ് ഉണ്ട്. ഫ്രണ്ട് ഫ്ലാറ്റ് ആണ് വരുന്നത്, ഫുൾ സൈസ് വരുന്നില്ല. ബൂട്ട് സ്പേസ് അത്യാവശ്യം വേണ്ട രീതിയിൽ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. സോ അതാണ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ. എക്സ്റ്റീരിയർ നോക്കിയാൽ നൗ വിൽ ഗോ ടു ദ ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിലാണെങ്കിലും ഒരുപാട് പഴയ 2 സീരീസ് ആയിട്ട് നോക്കുമ്പോഴും ഒരുപാട് ഡിസൈനിൽ വ്യത്യാസം, ഒരുപാട് ആഡഡ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദെയർ. എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇറ്റ്സ് വെരി കോമ്പാക്ട്. ഒരു സ്പോട്ടിയർ അല്ലെങ്കിൽ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡ്രൈവിംഗ് പ്ലഷർ കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഐ ആം നോട്ട് ഇൻ ടു ബിഗ് സൈസ് കാർസ്. ഞാൻ കുറച്ചും കൂടി ഒരു കോമ്പാക്ട് സെഡാൻ ആകുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണ് എനിക്ക്. എന്താണെങ്കിലും ഐ എം ഹാപ്പി വിത്ത് ദ എക്സ്റ്റീരിയർ. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെരി മോഡേൺ ഫീച്ചേഴ്സ്, ഒരുപാട് മോഡേൺ ഫീച്ചേഴ്സ് ഉണ്ട്. പഴയ 2 സീരീസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആണ് എവറിവെയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യം തന്നെ നമ്മുടെ കണ്ടുപോകുന്ന ന്യൂ ജനറേഷൻ BMW വാഹനങ്ങളിലെല്ലാം കാണുന്ന, BMW മാത്രമല്ല എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു വൈഡ് സിംഗിൾ സ്ക്രീൻ ഡ്യുവൽ ഡിസ്പ്ലേ സിംഗിൾ വൈഡ് സ്ക്രീൻ ആണ് നമുക്ക് കാണുന്നത്. 2 സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത് സിംഗിൾ പാനലിൽ. അതിൽ ഒരെണ്ണം ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും മറ്റത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്ന 10.7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ് വരുന്നത്. വളരെ ക്ലിയർ ആയിട്ട്, വളരെ ക്ലാരിറ്റിയുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അതാണ് ഫ്രണ്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് പ്രോപ്പർ സൈസ് സ്റ്റിയറിംഗ്, ഒരു ചെറിയ സ്റ്റിയറിംഗ് അല്ല. വാഹനം കോമ്പാക്റ്റ് ആണെന്ന് വെച്ചിട്ട് സ്റ്റിയറിംഗ് ചെറുത് കൊടുത്തിട്ടില്ല. വളരെ നല്ല ഒരു ഹെവി ഫീലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ആണ് വരുന്നത്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്. അത് 3 സ്പോക്കാണ് വരുന്നത്. 2 പാഡൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് ലെഫ്റ്റിൽ പവർ ബൂസ്റ്റർ, ഒരു പാഡൽ ഷിഫ്റ്റിൻ്റെ ഒരെണ്ണം പവർ ബൂസ്റ്ററാണ്. അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചത് നമുക്ക് കഴിഞ്ഞാൽ ഫുൾ പവർ ഇതിൻ്റെ ഹോഴ്സ് പവർ കംപ്ലീറ്റ് നമുക്ക് ആ ബൂസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ഡ്രൈവിംഗ് സമയത്ത് ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത്. സോ എന്താണെങ്കിലും ഇറ്റ്സ് ലോട്ട് ഓഫ് ഫൺ. ഈ സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ഹെഡപ്പ് ഡിസ്പ്ലേ, ഒരു HUD നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡപ്പ് ഡിസ്പ്ലേയിൽ നമുക്ക് വേണ്ട കംപ്ലീറ്റ് ഇൻഫർമേഷൻസ്, നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് കിട്ടേണ്ട എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് HUDയിൽ കിട്ടുന്നുണ്ട്. സെൻറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹിഡൻ എയർ വെൻസ് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൺട്രോൾസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. ഒരു എം സ്പോർട്ടിൻ്റെ ഒരു സ്പോർട്ട് ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കളർ കോമ്പിനേഷനും ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് പോലെയാണ് വരുന്നത്. ഇത് ഹാർഡ് പ്ലാസ്റ്റിക് അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്. അതിൽ നമുക്ക് എം കളേഴ്സിൻ്റെ സ്റ്റിച്ചിങ്ങും നൽകിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ലുക്സ് വെരി ക്ലാസി മോഡേൺ സ്റ്റൈലിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ക്യാമറ നമുക്ക് വേണമെങ്കിൽ സെൽഫി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കാറിൻ്റെ അകത്ത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റഡ് കാർ ഫീച്ചറിൽ നമുക്ക് ഈ കാറിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം. സോ ബി കെയർഫുൾ. സോ പിന്നെ വരുന്ന സെൻറ്റർ കൺസോളിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കിട്ടും. വയർലെസ് ചാർജർ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കിട്ടും. 2 C-ടൈപ്പ് ചാർജിങ് സ്ലോട്ട്സ് നമുക്കിവിടെ കിട്ടും. ഇത് കൂടാതെ നമുക്ക് ഈ ഒരു കൺട്രോൾസ് എല്ലാം, സ്വിച്ചസ് എല്ലാം പരിമിതമാക്കി അല്ലെങ്കിൽ കുറച്ചിട്ട് സ്വിച്ചസിൻ്റെയൊക്കെ കുറച്ച് ഫുൾ കൺട്രോൾസിലേക്ക് മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് മീഡിയ കൺട്രോൾ മുഴുവൻ നമുക്കിപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടും. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ആ ഒരു സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ മോഡ് സെലക്ഷൻ 3 ടൈപ്പ് മോഡ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് പേഴ്സണൽ, സ്പോർട്ട്, എഫിഷ്യൻറ്റ് എന്ന് പറയുന്ന 3 മോഡ് കിട്ടും. വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന്. സോ ഓവറോൾ നമുക്ക് ഒരു പ്രോപ്പർ
ഒരു സെഡാനിൽ അല്ലെങ്കിൽ ഒരു സ്പോട്ടിയർ സെഡാനിൽ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതിൻ്റെ സീറ്റ്സ് ആണ്. നല്ല സൈഡ് ബോൾസ്റ്ററിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്ത പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടെ ഒരു കംപ്ലീറ്റ് പാൻഡ്രോമിക് സൺറൂഫും അതുപോലെ തന്നെ 12 സ്പീക്കേഴ്സ് ഉള്ള ഹമൻ ഗാർഡിൻ്റെ ബ്യൂട്ടിഫുൾ സൗണ്ട് സിസ്റ്റവും നമുക്കിപ്പോൾ ഇതിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ സ്പേസിന് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ ആക്ച്വലി സ്പേസ് നന്നായിട്ടുണ്ട്. ബാക്കിൽ ഇറ്റ്സ് എ സ്മോൾ സെഡാൻ, ഒരു കോമ്പാക്ട് സെഡാൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ബാക്കിലെ സീറ്റിൻ്റെ ഒരു ലെഗ് സ്പേസും അല്ലെങ്കിൽ സീറ്റിൻ്റെ ആ ഒരു സ്പേസും നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. സോ നൗ 2 സീരീസിൻ്റെ ബാക്ക് സീറ്റ്. ഫ്രണ്ടിൽ ഈ സീറ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ കംഫർട്ടബിൾ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഒത്തിരി കയറ്റിയിട്ട് ഓടിക്കുന്ന ഒരാളൊന്നുമല്ല, എന്നാലും അങ്ങനെ ഇട്ടിരിക്കുന്നു. ഐ എം 6 feet tall, 6 അടി പൊക്കമുള്ളൊരു ചെറിയ മനുഷ്യനാണ് ഞാൻ. ലെഗ് സ്പേസ് ഓക്കെ എന്ന് പറയാം, കാരണം ഇവിടെ ഒരു സ്കൂപ്പിംഗ് ഒക്കെ നൽകിയിരിക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി അങ്ങനെ ഭയങ്കര കംഫർട്ടബിളായിട്ട് സ്പേഷ്യസ് ബാക്ക് സീറ്റാണെന്ന് ഞാൻ പറയില്ല. കാല് മുട്ടുന്നില്ല, അത്യാവശ്യം ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഹെഡ് റൂം കുറവാണ്, ഡെഫിനറ്റ്ലി ഹെഡ് റൂം കുറവാണ്. പക്ഷേ ഈ ഒരു സ്കൂപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്ന തല മുട്ടുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ 6 അടി പൊക്കമുള്ള ഒരാൾക്ക് ഇരുന്നാൽ ഇതുപോലെ തന്നെ ഇരിക്കേണ്ടി വരും. ഈ ഒരു ഗ്ലാസ് ഏരിയ എല്ലാം ലുക്സ് സ്മോൾ. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2 സീരീസ് എന്ന് പറയുന്നത് എൻട്രി ലെവലാണ്, ഒരു കോമ്പാക്ട് സെഡാൻ മോഡലായിട്ടാണ് വരുന്നത്, സ്പോട്ടിയർ വേർഷനാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റ് അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ഒരു സ്പേസ് ആണെന്ന് ഞാൻ പറയില്ല. ഹെഡ് റെസ്റ്റ് 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് ആണ്. സെൻറ്ററിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും കപ്പ് ഹോൾഡേഴ്സും നൽകിയിട്ടുണ്ട്. ബാക്കിൽ 2 സോൺ AC ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് എയർ വെൻറ്റ് ആണ് കിട്ടുന്നത്. പക്ഷേ ബാക്കിൽ നമുക്ക് 2 സീറ്റ് ടൈപ്പിൻ്റെ പോർട്ട് നൽകിയിട്ടുണ്ട്. സോ ഒത്തിരി സ്പേഷ്യസ് ബാക്ക് സീറ്റ് ക്യാബിനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ okay, for this car, for a sedan, compact sedan, this is fine. BMW-ന്റെ ഏറ്റവും പുതിയ 2GC, അതായത് 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ നമ്മൾ കണ്ടു. അതിനകത്തെല്ലാം ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ഡ്രൈവിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ നമ്പേഴ്സ് പറയുമ്പോൾ പല ആളുകൾക്കും അയ്യോ ഇങ്ങനെയാണോ BMW കൊണ്ടുവന്നതെന്ന് തോന്നാം. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന എൻജിൻ ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഒരു ട്വിൻ പവർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1.5 ലിറ്ററാണ്, 3 സിലിണ്ടറാണ്. സോ ആ ഒരു 3 സിലിണ്ടർ നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കുറേ പ്രോബ്ലങ്ങളുണ്ട്. ആ പ്രോബ്ലങ്ങളൊന്നും തന്നെ എനിക്ക് ഈ ഒരു ഡ്രൈവിൽ, ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് എടുത്ത് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. യെസ്, എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് എനിക്ക് കുറച്ചും കൂടി സാധാരണ നമ്മൾ BMW കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല. കുറച്ചും കൂടി എഞ്ചിൻ സൗണ്ട് ഉണ്ട്. പക്ഷേ അകത്തേക്ക് അത് ഒട്ടും തന്നെ കിട്ടുന്നില്ല. ഗുഡ് ഇൻസുലേഷൻ, പ്രോപ്പർ. പക്ഷേ വാഹനം, കാർ ഇസ്, അതിൻ്റെ പവർ ഡെലിവറി സൂപ്പർബ്. 156 HP പവറാണ്. അതുപോലെ 230 Nm ടോർക്കും ഉണ്ട്. ബ്യൂട്ടിഫുൾ പവർ ഡെലിവറി, സ്മോൾ ആക്സിലറേഷൻ ഓൾസോ. ഭയങ്കരമായിട്ടൊരു ടോർക്ക് നമുക്കിനകത്ത് കിട്ടുന്നു. 230 Nm ടോർക്ക് ഇസ് ഫുള്ളി ഓൺ അസ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ 0 to 100 പെർഫോമൻസ് ആണ്. 0 to 100 എത്താനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 8.6 seconds മാത്രമാണ്. ഐ ഹവ് ട്രൈഡ് ഇറ്റ് മെനി ടൈംസ് ആൻഡ് ഇറ്റ്സ് ടു ഈസി ടു ഗെറ്റ് ദാറ്റ് 8.6 seconds. അതും കൂടി വന്നു കഴിയുമ്പോൾ ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണ്. ഒരു ലാഗില്ല. അതുപോലെ തന്നെ ആ ഒരു ആക്സിലറേഷനിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പവർ ഡെലിവറി. ദെൻ ഇതിനകത്ത് വരുന്ന 7 speed സ്റ്റെപ്ട്രോണിക് ഗിയർ ബോക്സ്, ഒരു 7 speed സ്റ്റെപ്ട്രോണിക് ഗിയർ ബോക്സ്. അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ്, ഗിയർ ചേഞ്ചിങ് എല്ലാം പ്രോപ്പറാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്ലി പുതിയ എഞ്ചിനാണ്. നമുക്ക് X1-ലൊന്നും കിട്ടിയ ആ ഒരു എഞ്ചിനല്ല. X1-ൽ നമുക്ക് 1.5 ലിറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനാണ്, പുതിയ എഞ്ചിനാണ്. ഈ സസ്പെൻഷൻ കംപ്ലീറ്റ്ലി റീട്യൂൺഡ് ആണ്. ഡാമ്പേഴ്സ് ആർ റീട്യൂൺഡ്. ഇൻ മെനി വേസ് ഇത് കംപ്ലീറ്റ്ലി പുതിയൊരു ഡ്രൈവ് ഫീലാണ് തരുന്നത്. ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര സ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ ഒരു സ്മോൾ സെഡാൻ അല്ലെങ്കിൽ കോമ്പാക്ട് സെഡാനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് തരുന്നൊരു സ്പോട്ടി ഫീലും ഭയങ്കര രസമായിട്ടുണ്ട്. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തരുന്നത്. അതുകൂടാതെ ഇതിനകത്തൊരു പവർ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു, നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സിന് ലെഫ്റ്റിലെ പാഡൽ ഷിഫ്റ്റേഴ്സ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദറ്റ് പവർ ബൂസ്റ്റർ. അതൊരു 10 secondsന് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഒരു നൈട്രോ നമ്മൾ പ്രസ് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ പവർ നമുക്ക് കിട്ടുന്ന ഒരു ഫീലാണ്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഐ വിൽ ജസ്റ്റ് പുട്ട് ഇറ്റ്, പവർ ബൂസ്റ്റ് ചെയ്യാം, നമുക്ക് ഓവർടേക്ക് ചെയ്യാം. പവർ ബൂസ്റ്റ് ആവും. സി ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പവർ യു ഗെറ്റ്. അമേസിങ്. സ്പോർട്ട് ബൂസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് വരും. വണ്ടർഫുൾ. ആൻഡ് സ്റ്റേസ് ഫോർ 10 seconds. ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. 10 secondsൽ ആ പവർ ബൂസ്റ്റ്, സ്പോർട്ട് ബൂസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡ് നമുക്ക് കിട്ടും. സോ ആ സമയത്ത് നമുക്ക് ഫുൾ 156 HP പവർ നമുക്ക് കിട്ടും. ഇത് കൂടാതെ നമുക്ക് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്.
ഡ്രൈവ് മോഡ് സെലക്ഷൻ ഇവിടെ തന്നെയാണ്. ഡ്രൈവ് മോഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ, സ്പോർട്ട്, എഫിഷ്യൻ്റ് എന്ന് പറയാൻ 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് അഡാസ് ഫീച്ചേഴ്സ് ഫില്ലപ്പ് ചെയ്തിരിക്കുന്നൊന്നുമല്ല. അത്യാവശ്യം വേണ്ട അഡാസ് ഫീച്ചേഴ്സ്, ഇന്ത്യൻ റോഡ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന അഡാസ് ഫീച്ചേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു ഡ്രൈവ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഡ്രൈവ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹോൾ സെറ്റപ്പ് കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഒരു ഡ്രൈവിങ്, ആ ഒരു പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി, ഇതെല്ലാം ആ ഒരു ഡ്രൈവ് ക്വാളിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നത്. ദ ഡ്രൈവ് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് വിചാരിക്കാം സ്റ്റിഫ് ആയതുകൊണ്ട് ഈ ബാഡ് റോഡ്സിലൂടെയൊക്കെ പോകുമ്പം ഭയങ്കര ചാട്ടമായിരിക്കും, ആ ഒരു അടിയൊക്കെ കിട്ടും എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്രയും മോശമല്ല. ഞാൻ ബാഡ് റോഡ്സിലൂടെയൊക്കെ അകത്ത് കല്ലും ഒക്കെയുള്ള വഴിയിലൂടെ പോയപ്പോഴാണെങ്കിൽ എനിക്ക് അത്ര അധികം ഫീൽ ചെയ്തില്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് സ്റ്റിഫ്. ആ ഡ്രൈവിങ് ആ പ്ലഷറിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. എന്നാൽ പോലും ആ ഒരു ഇതിൻ്റെ ഷോക്ക് അബ്സോർവറിൻ്റെ ഒരു ബെറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടെ ട്യൂണിങ്ങിൻ്റെ കാരണമായിരിക്കാം അത്രയും ഒരു ഹാർഡ് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിഫ് നമുക്ക് സസ്പെൻഷനിൽ നിന്നോ ഷോക്കിൽ നിന്നോ കിട്ടുന്നില്ല. സോ സ്മൂത്താണ്, സ്റ്റിഫാണ്, ഡ്രൈവിങ്ങിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ക്വാളിറ്റിയും ബെറ്റർ ആയിട്ടുണ്ട്. സോ നമ്മൾ ലാസ്റ്റ് ജനറേഷൻ 2 സീരീസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഡിഫറൻസും ഉണ്ട്. കാരണം ആ ഒരു ഡ്രൈവിംഗ് ഡൈനമിക്സിൽ തന്നെ നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻ എവറി പോസിബിൾ വേ. ഇപ്പം സ്റ്റിയറിങ് പിടിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഫീൽ വന്നിട്ടുണ്ട്. നോർമലി ഞാൻ ഒരു കാറ് രാവിലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സെറ്റ് ആവാനെടുക്കുന്ന ഒരു ടൈമുണ്ട്. ഒരു മേ ബി ഒരു 10 minutes നമ്മളത് കുറച്ച് പതുക്കെയൊക്കെ പോയി. പക്ഷേ ഇത് വണ്ടി എടുത്തപ്പോൾ തന്നെയാണ് നോർമൽ സിനാരിയോ ഒരു ആക്സിലറേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലൈം സോ വെൽ. നമുക്ക് ഒട്ടും ആ ഒരു ടൈം എടുക്കുന്നില്ല നമ്മൾ കാറുമായിട്ട് അങ്ങ് സെറ്റ് ആവാനായിട്ട്. സോ എനിക്ക് തോന്നുന്നൊരു ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു BMW വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഇത്. കാരണം ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 230 km/h ടോപ്പ് സ്പീഡ് കിട്ടുന്നുണ്ട്. എല്ലാ രീതിയിലും ദിസ് ഹാസ് എവറിത്തിങ്. ആ ഒരു BMW ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഡ്രൈവിംഗ് പ്ലഷറിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇപ്പം ഒരു വലിയ കാറുണ്ട്, അങ്ങനെ ഒരാൾക്കൊരു സെക്കൻഡ് കാറായിട്ട് ഓൺ എ റെഗുലർ യൂസ്, ഓൺ എ ഡെയിലി യൂസിന് വേണമെങ്കിലും ഈ കാർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു BMW മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒരു പക്ഷേ ഈ കാർ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. യെസ്, ഇറ്റ് ഹാസ് ഓൺലി പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ ഇപ്പോൾ വരുന്നില്ല. ഈ പറയുന്ന 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു BMW ഫീല് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയും. ആൻഡ് എക്സ്പെക്റ്റിങ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കിതിൻ്റെ പ്രൈസ് അറിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന 2 സീരീസിനേക്കാൾ വില കുറവായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 42 to 44 lakhs ആയിരുന്നു എക്സ് ഷോറൂം വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 38 to 40 അല്ലെങ്കിൽ 35 to 40 ബിറ്റ്വീൻ ആയിരിക്കും എക്സ് ഷോറൂം പ്രൈസ് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആവാം BMW ലൈനപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് മെർസിഡീസിൻ്റെ A-Class ഒക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. സോ A-Class ആയിട്ട് ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് പ്രൈസ് ഇസ് എ ബിഗ് ഫാക്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് ഫൺ അല്ലെങ്കിൽ ഡ്രൈവബിലിറ്റി ഈസ് ഓൾസോ എ ബിഗ് ഫാക്ടർ. സോ യങ്സ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ വാഹനം. ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്നവർക്കും ഈ വാഹനം ഒരുപക്ഷെ നല്ലൊരു ചോയ്സ് ആയിരിക്കാം. യെസ്, സ്പേസ് കൺസ്ട്രെയിൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. ബാക്ക് സീറ്റ് സ്പേസ് എസ്പെഷ്യലി ബാക്ക് സീറ്റിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊരു സ്പേസ് ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം കവറപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഡ്രൈവിംഗ് ഫൺ വിൽ ഹെൽപ്പ്. സോ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ എല്ലാവരും അല്ലെങ്കിൽ ആളുകളെല്ലാം പറയുന്ന മൈലേജ് ഒരു വലിയ ഫാക്ടറാണ്. ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നപ്പോൾ ഡെഫിനറ്റ്ലി മൈലേജ്, ഡീസൽ എഞ്ചിന് എപ്പോഴും നല്ല മൈലേജ് ആണെന്ന് നമ്മൾ പറയും. ഡീസൽ എഞ്ചിൻ ഗിവ്സ് ഗുഡ് മൈലേജ്. അപ്പം ഈ ഒരു പെട്രോൾ എഞ്ചിൻ ഓൾസോ ഈ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് എമിഷൻ ഒത്തിരി കുറവാണെന്ന് പറയും. അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടുന്ന ഒരു എഞ്ചിനാണ് എന്നാണ് ഈ എഞ്ചിൻ്റെ ഒരു വെപ്പ്. കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 16.35 km/l ആണ്. 16 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു 12 ഒക്കെയാണ് എനിക്കിപ്പോൾ കിട്ടുന്ന ഓൺ നോർമൽ. അതും നമ്മൾ സ്പോർട്ട് മോഡിലൊക്കെ ഇട്ട് നന്നായിട്ട് പൊളിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. സോ 11 to 12 ആണ് ഒരു ആവറേജ് എനിക്കിപ്പോൾ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഹൈവേ ഒക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഒരു 13-14 ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആ 220D പഴയ 2 സീരീസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാണ് പഴയ 220D. ഇതാണ് 2 സീരീസിൻ്റെ ബാക്ക് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് റിയർ ഇസ് മച്ച് മോർ ബെറ്റർ. ഞാനിപ്പോൾ പെട്ടെന്ന് റോഡിൽ കണ്ടപ്പോൾ ഞാൻ കാണിച്ചതാണ്. സോ അതാണ് പഴയ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ. ഇത് ഈ ജനറേഷന് തൊട്ട് മുമ്പുള്ള 2 സീരീസ്. നമുക്ക് തന്നെ ഓവർടേക്ക് ചെയ്താലോ.
ഓട്ടിക്കാം. Come on, let's go. Ooh. They're not letting me go. സോ ഈ ഒരു ഡ്രൈവിംഗ് ഫണ്ണിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പാരൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് 7 സ്പീഡ് സ്റ്റെപ്ട്രോണിക് ആണെന്ന് ഞാൻ പറഞ്ഞു. പാരൽ ഷിഫ്റ്റേഴ്സ് കൂടെ വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ ടു ഡ്രൈവ്. പാരൽ ഷിഫ്റ്റേഴ്സുമായിട്ട് നമുക്ക് കുറച്ച് അധികം കളിക്കാം. അതുപോലെ തന്നെ പാരൽ ഷിഫ്റ്റേഴ്സ് തന്നെയാണ് ആ ബൂസ്റ്റും ഉള്ളത്. പവർ ബൂസ്റ്റ് ബട്ടണും അല്ലെങ്കിൽ ആ ഒരു പാരൽ ഷിഫ്റ്റ് ലെഫ്റ്റിലെ പാരൽ ഷിഫ്റ്റേഴ്സിലാണ് അത് കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ ഇത്രയും നമ്മൾ പവറും അതിൻ്റെ ഫണ്ണും ഒക്കെ പറഞ്ഞെങ്കിലും ബ്രേക്കിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. ബ്രേക്കിംഗ് ഈസ് ആക്ച്വലി ഗുഡ്. ബെറ്റർ ബ്രേക്കിംഗ്, നേരത്തേക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബ്രേക്കിങ്ങും നമുക്കിപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം 2 സീരീസ് ഞാൻ ശരിക്കും ഉപയോഗിച്ചൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പഴയ 2 സീരീസായിട്ട് കമ്പാരിസൺ മാത്രമാണെങ്കിൽ പോലും എനിക്ക് നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ 360 ഡിഗ്രി ക്യാമറ അങ്ങനെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് BMW തന്നെ ഹൈ എൻഡ് കാസിലെല്ലാം കിട്ടുന്ന ആ ഒരു റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്കുള്ള റിവേഴ്സ് അസിസ്റ്റൻറ്റ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 50 മീറ്റേഴ്സോളം എപ്പോഴും വാഹനം ട്രാക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മളത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 50 മീറ്റേഴ്സ് ട്രാക്ക് ചെയ്യും. ദ കാർ ബൈ ഇറ്റ് സെൽഫ് ആ ഒരു 50 മീറ്റേഴ്സ് തിരിച്ച് ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് പാർക്കിംഗ് സിറ്റുവേഷനിലേക്കാണ് നമ്മൾ കയറ്റിയെങ്കിൽ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി കാറ് തന്നെ ആ വാഹനം തിരിച്ച് റിവേഴ്സ് ചെയ്യും. ആ ഒരു റിവേഴ്സ് അസിസ്റ്റൻസും ഇപ്പോൾ നമുക്ക് 2GCയിൽ അവൈലബിൾ ആണ്. സോ ഒരു ഇംപ്രൂവ്മെൻറ്റ് ഫാക്ടേഴ്സിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം തന്നെ ഉണ്ട്. അത് എക്സ്റ്റീരിയർ ഡിസൈൻ ഇസ് മച്ച് ബെറ്റർ. എസ്പെഷ്യലി ഞാനിപ്പം നിങ്ങൾക്ക് ആ ഒരു പഴയ ഫസ്റ്റ് ജനറേഷൻ 2 സീരീസ് കാണിച്ചപ്പോൾ എൻ്റെ റിവേഴ്സ് അല്ലെങ്കിൽ റിയർ കാണിച്ചപ്പോൾ തന്നെ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ റിയർ വെച്ച് പഴയ റിയർ നോക്കുമ്പം ദിസ് ഇസ് ഫാർ ബെറ്റർ. ഐ ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ്. പിന്നെയുള്ള ഇൻറ്റീരിയറിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ക്വാളിറ്റി ഹാസ് ഇംപ്രൂവ്ഡ്. ഒരു BMW ഫീലെല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ ഈവൻ ദ ഡ്രൈവ് ഇസ് ബെറ്റർ. കുറച്ചും കൂടി ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഡ്രൈവാണ്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ 2 സീരീസ് ആയിട്ട് നോക്കിയാൽ ഇപ്പം റോഡിലൊരു പഴയ 2 സീരീസ് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടാണ് എൻ്റെ റിയറിൻ്റെ ഡിസൈനിൽ തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്. ദിസ് വൺ ഇസ് വേ ബെറ്റർ ദാൻ ദ ഓൾഡ് ജനറേഷൻ 2 സീരീസ്. റിയർ മാത്രം നോക്കിയാൽ അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സും ഡിസൈനിലും എല്ലാം വ്യത്യാസമുണ്ട്. ഡ്രൈവും ബെറ്ററായി. സോ ഒരുപാട് ബെറ്ററായ കാര്യങ്ങൾ ഇപ്പോൾ പുതിയ 2GCയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഐ തിങ്ക് ദിസ് ഗോൺ ബി എ ഗെയിം ചേഞ്ചർ. പ്രൈസ് ഒരു വലിയ ഫാക്ടറാണ്. ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു പ്രൈസിലേക്ക് BMW അത് എത്തിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഈ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനമായിട്ട് മാറും. മൈ പ്രൈസ് ഐ എം എക്സ്പെക്ടിങ് ഇസ് ഫ്രം 35 അല്ലെങ്കിൽ ഒരു 35 to 40 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് ഞാൻ വിചാരിക്കുന്നു.